السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله. أما بعد رب زدنا علما وحلما وفضلا وعقلا وأدبا كاملا رب تمن بالخير والسعادة. ബഹുമാനമുള്ള അൽഫിയ വഫത്തുഹുൽ മുഅൻ ക്ലാസ് റൂമിലെ സബക്കിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, പ്രത്യേകിച്ച് അഹ്ലുൽ ബൈത്ത്, അതുപോലെ പണ്ഡിതന്മാർ, നമ്മൾ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ, എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു. ഫത്തുഹുൽ മുഅന്റെ ബാക്കി ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. നജസ്സുകളെ കുറിച്ചായിരുന്നു നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതില് ലാസ്റ്റ് ഭാഗത്തെത്തിയപ്പോൾ ചില ഉൽപ്പന്നങ്ങളുടെ വിഷയങ്ങളെ കുറിച്ചും നമ്മൾ പറഞ്ഞു. അത് ജനങ്ങളുടെ ഇടയിലൊക്കെ ഒരു കേട്ടുകേൾവിയുണ്ട്, അത് ഇന്ന സാധനത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇപ്പോഴും അതുണ്ട്, ഇന്ന സോപ്പ് അതിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇന്ന സാധനം അങ്ങനെയാണ്, ഇന്ന പേസ്റ്റ് അതിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ അതൊരു കേട്ടുകേൾവി എന്നതിനപ്പുറത്തേക്ക് ഒരു തഹ്ഖീഖ് എത്തിയിട്ടില്ലാത്തൊരു വിഷയമാകുമ്പോൾ അവിടെ അതിന്റെ അസ്ല് ഹുക്മ് തന്നെയാണ് കൊടുക്കുക എന്നതായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. അത് ശുദ്ധിയുള്ളതാണ്. പ്രവാചകന്റെ സൗരത്തിലേക്ക് ഒരു ഷാമിൽ നിന്നും ഉണ്ടാക്കിയ ഒരു ജിബിന് കൊണ്ടുവന്നു എന്നതൊക്കെ നമ്മൾ ഇന്നലത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രവാചകൻ അത് അന്വേഷിച്ചില്ല. കാരണം എന്തോ അങ്ങനത്തെ ആണ് എന്നുള്ളൊരു കേട്ടുകേൾവിയുള്ളൂ. വാസ്തവത്തിൽ അത് ഏതല്ല, അത് അങ്ങനെ തഹ്ഖീഖില്ല, ഇങ്ങനെയുള്ള ഒരു വസ്തു കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് ഉറപ്പില്ലാത്തൊരു വിഷയമായതുകൊണ്ട് അതിന്റെ അസ്ല് ശുദ്ധിയുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ അതിന്മേയാണ് നമ്മൾ ഹുക്മ് കൊടുക്കേണ്ടത് എന്നും, ഖിൻസീറിന്റെ ഷഹമ് കൊണ്ട് ഉണ്ടാക്കുന്നതാണെന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രചാരമുള്ള ജൂഹ് എന്ന് പറയുന്ന സാധനത്തെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോ ഉറപ്പില്ലാത്ത, തഹ്ഖീഖില്ലാത്ത, കേട്ടുകേൾവിയിൽ മാത്രം നിൽക്കുന്ന ചില വസ്തുതകൾ ഉണ്ടെങ്കിൽ അത് അതിന്റെ വഴിയിൽ തന്നെ അതിനെ തിരിച്ചുവിടുകയും അതിന്റെ അസലിലേക്ക് തിരിഞ്ഞു നോക്കുകയും ചെയ്യണം എന്നതാണ് ഫിഖ്ഹിന്റെ ഭാഷ്യം എന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ് പ്രവേശിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വയുഅഫ അൻ മഹല്ലി ഇസ്തിജ്മാരിഹി. ഇനിയിപ്പോ വെള്ളം കൊണ്ടാണോ മനഹൂരം ചെയ്യേണ്ടത്, കല്ലുകൊണ്ടാണോ? അപ്പൊ ഇസ്തിൻജാവിന്റെ ബാബ് വരുന്നുണ്ട്, അവിടെ വെച്ചിട്ട് അതിന്റെ വിഷയങ്ങളൊക്കെ പറയും നമ്മള്. അപ്പോ കല്ലുകൊണ്ട് മനഹൂരം ചെയ്ത് കഴിഞ്ഞാലും ആ കല്ലിന്റെ ഇതിന്റെയൊക്കെ ചെറിയ ഒരു അസർ, ഇതവിടെ ബാക്കിയാവും. അത് ഉറപ്പല്ലേ, വെള്ളം കൊണ്ട് പോകുന്ന മാതിരി പോലല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിലിപ്പോ നജസിന്റെ ഒക്കെ ചെറിയൊരു അംശമൊക്കെ ഉണ്ടാവാലോ. അപ്പൊ അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിക്കുന്ന ആളുടെ സ്ഥലം, അതുപോലെ തന്നെ വസ്ത്രം, ശരീരം ശുദ്ധിയാണെന്നാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിസ്കരിക്കുന്നതിന് കുഴപ്പമുണ്ടോ ഇല്ലയോ, അഫ്വ് ഉണ്ടോ ഇല്ലയോ? എന്നാൽ ഫിഖ്ഹിന്റെ മസ്അല എന്താണ്? അഫ്വ് ഉണ്ട്, വിട്ടുവീഴ്ചയുണ്ട്, നിസ്കാരം സഹീഹാകും, കുറച്ച് ചിന്തിക്കേണ്ടതില്ല എന്ന്. എന്നാൽ അത് നമ്മൾ കയ്യിൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ അത് ശരീരത്തിൽ ചുമന്നുകൊണ്ടോ ഉള്ളതാവുമ്പോൾ നിസ്കാരം സഹിയാവുകയില്ല. അത് നമുക്ക് ഇഹ്തിറാസ് ചെയ്യാൻ കഴിയുന്നതാണ്. മറ്റേത് നമുക്ക് ഇഹ്തിറാസ് ചെയ്യാൻ പറ്റാത്തതാണ് എന്നതുകൊണ്ട് അവിടെ അഫ്വ് ഉണ്ട് എന്ന മസ്അലയാണ് ഫിഖ്ഹ് നമുക്ക് പാഠം നൽകുന്നത്. അവിടേക്ക് വരാം. വയുഅഫ, അഫ്വ് ചെയ്യപ്പെടും. എന്തിനെ തൊട്ട് അഫ്വ് ഉണ്ട്? അൻ മഹല്ലി ഇസ്തിജ്മാരിഹി, മുസല്ലിയുടെ ഇസ്തിജ്മാർ, കല്ലുകൊണ്ട് മർഹൂരം ചെയ്ത മഹല്ലിനെ തൊട്ട് അഫ്വ് ഉണ്ട്. എവിടെ അഫ്വ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, വസ്ത്രത്തില്, സ്ഥലത്തില്, അതുപോലെ തന്നെ ബദനില്, ഇവിടെയാണ്. വൻ വനീമി ദുബാബിൻ, ഈച്ചയുടെ കാഷ്ടം. വനീമ് എന്ന് പറഞ്ഞാൽ കാഷ്ടം, ഈച്ചകൾ ഉണ്ടല്ലോ. ഇതിപ്പോ എപ്പോഴും ചോദ്യം വരുന്നതാണ്. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചില സന്ദർഭങ്ങളിൽ ഈച്ചന്റെ ഒരു തിരക്കായിരിക്കും. അതുങ്ങളൊന്നും ആട്ടിട്ട് ഓടിച്ചിട്ട് വെച്ചാൽ അല്ലെങ്കിൽ അതേറ്റുങ്ങളെ മാറ്റി നിർത്താനൊന്നും കഴിയാത്തൊരവസ്ഥയുണ്ട്. ഇപ്പൊ ഞാൻ നാട്ടിലേക്ക് വരുമ്പോ ഒമാനില് ഈ ചൂടിന്റെ തുടക്കത്തിലൊക്കെ അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ചുറ്റുപാടില് അങ്ങനെയുള്ള ഒരു അവസ്ഥ, അതായത് ഈ ദുബാബിന്റെ ഒക്കെ ആ ഒരു കയറ്റം കൂട് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന അറ്റങ്ങളെ കാഷ്ടങ്ങളും മറ്റുമൊക്കെ വരുമല്ലോ. അപ്പൊ അതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പൊ അതിന് അഫ്വ് ഉണ്ടോ ഇല്ലയോ, അഫ്വ് ഉണ്ടോ ഇല്ലയോ? അതുപോലെ തന്നെ മഴയില് കൊഴിഞ്ഞ് വരുന്ന പാറ്റകളുണ്ട്. അത് പെട്ടെന്ന് നമുക്കത് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ സൂക്ഷിക്കാനോ കഴിയില്ല. അങ്ങനെയൊക്കെ വരുന്നതിനെ കുറിച്ചാണ്. അൻ വനീമി ദുബാബിൻ, ഈച്ചയുടെ കാഷ്ടത്തെ തൊട്ട് എന്തുണ്ട്? അഫ്വ് ഉണ്ട്. അപ്പൊ കാഷ്ടം എന്ന് പറയുമ്പോൾ അതിന്റെ ബൗലോ എന്നൊരു സംശയം ഉണ്ടാവും. മൂത്രത്തെ തൊട്ടും എന്തുണ്ട്? അഫ്വ് ഉണ്ട്. വനീബി ദുബാബിൻ വ ബൗലിൻ, അതിനെ തൊട്ടും അഫ്വ് ഉണ്ട്. ഇനി അടുത്തത് വറൗസി ഖുഫാഷിൻ. ഖുഫാഷ് എന്ന വാവല്, ഈ വാവൽ ജീവിയുടെ കാഷ്ടം.
അതെന്താ അതന്നെ എടുത്തു പറയാൻ കാരണം അത് മറ്റുള്ളതിനെ പോലെയല്ല. കാരണം അത് കുറച്ച് കൂടുതലായിട്ട് അത് ആമായിട്ട് വരുന്ന ഒരു വസ്തു ആയതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. റൗസി ഹുഫാഷൻ വാവലിന്റെ പിന്നെ കാഷ്ടത്തെ തൊട്ടും അഫുണ്ട്. എവിടെ അഫുണ്ട്? ഫിൽ മക്കാനി സ്ഥലത്തിലും, വക്കഥ അസൗബി വസ്ത്രത്തിലും, വൽബദനി വസ്ത്രത്തിലും ശരീരത്തിലും ഒക്കെയും അഫുണ്ട്. അപ്പൊ അത് കുറഞ്ഞതിനെ തൊട്ടാണോ അഫുള്ളത്? അല്ല, അത് കൂടുതലായാലും ഇരേ ഹുക്കുമ് തന്നെയാണ്. വഇൻ കസുറത്ത് അത് അധികരിച്ചിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും ശരി, ഒരുപാട് ഉണ്ട് അധികരിച്ചതാണെങ്കിലും ശരി, അതിനെ തൊട്ട് അഫുണ്ട്. എന്താ അഫുണ്ട് എന്ന് പറയാനുള്ള കാരണം ലി ഉസുറിൽ ഇഹ്തിറാസ് അൻഹ, ഇഹ്തിറാസ് സൂക്ഷ്മത കൈവരിക്കൽ, സൂക്ഷ്മത ചെയ്യൽ ഞെരുക്കമായ സംഗതിക്ക് വേണ്ടി, അൻഹ ആ ഖുഫാസിന്റെ റോസിനെ തൊട്ടും ഉള്ള ഇതിനെ തൊട്ട് സൂക്ഷ്മത കൈവരിക്കൽ നമുക്ക് ബുദ്ധിമുട്ടായതിന് വേണ്ടി ശറഅ് നമുക്ക് തന്ന ഇളവാണ് എന്ത്? അഫുണ്ട് എന്ന്. വയുഅഫ അമ്മ ജഫ മിൻ ദർഖി സായിരി തുയൂരി, മറ്റു പക്ഷികളുടെ കാഷ്ടത്തിനെ തൊട്ട് ഉണങ്ങിയതിനെ തൊട്ടും അഫുണ്ട്. മറ്റു പക്ഷികൾ ഉണ്ടാവുമല്ലോ, പറവകള്, അപ്പോ അവറ്റങ്ങളുടെ കാഷ്ടങ്ങൾ അത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ ഉണങ്ങിയതാണെങ്കിൽ അതിനും അഫു ഉണ്ട്. എപ്പോൾ? ഇതാ അമ്മത്തിൽ ബൽവാബിഹിം, ആ സായിറിന്റെ ആ തുയൂറിന്റെ ദർക്കുകൊണ്ട് ബൽവ ബുദ്ധിമുട്ട് വ്യാപകമായിട്ടുണ്ടെങ്കിലും. കാരണം അത് ചില സന്ദർഭങ്ങളിലൊക്കെ ചില സമയത്തൊക്കെ കടലോര പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ ചില കാലാവസ്ഥയിലും ചില സമയത്തും കൂട്ടമായിട്ട് വരുന്ന ഒരു രീതിയുണ്ട്. ചില കാക്കകൾ, ചില പിന്നെ പക്ഷി പറവകളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാവും. അപ്പൊ അതിന്റെ അടുത്ത് താമസിക്കുന്നവരും മറ്റുമൊക്കെ ആവുമ്പോൾ അതെടുത്ത് വൃത്തിയാക്കാൻ നിന്നാൽ പിന്നെ ദിവസം അതിനെ പണി ഉണ്ടാവുള്ളൂ, അത് മാറ്റിയെടുക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ആമായിട്ടുള്ള ഒരു മുസീബത്ത്, ഒരു ബുദ്ധിമുട്ട് വ്യാപകമായിട്ടുണ്ടെങ്കിൽ സ്ഥലത്തിൽ എന്തുണ്ട്? അതിന് അഫു ഉണ്ട്. ഇനി ശ്രദ്ധിക്കണം. വഖദിയത്തു കലാമിൽ മജ്മൂഇ, മജ്മൂഇ എന്ന ഗ്രന്ഥത്തിന്റെ കലാമിന്റെ തേട്ടം, ആ മജ്മൂഇൽ വന്നിട്ടുള്ള മസ്അല. അപ്പൊ മജ്മൂഇ കാര്യപ്പെട്ട കിതാബാണെന്ന് വളരെ വ്യക്തമാണ് അല്ലെ. അതാവുന്നത് തഅഫു അൻഹു, ആ ദർഖിനെ തൊട്ട് അഫു ഉണ്ട്. ഫി സൗബി വസ്ത്രത്തിലും, വൽബദനി ശരീരത്തിലും ഉണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ മക്കാനിലാണ്. ഇനി ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ ഉണ്ടോ? ഉണ്ട് എന്ന് അവിടെ കിതാബിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെയും വരുന്നുണ്ട് അയലൻ, ഏതുപോലെ മക്കാനിലുള്ളത് പോലെ. എന്നാൽ ശ്രദ്ധിക്കണം, വലാ യുഅഫ അൻ ബഅരിൽ ഫഅരി, എലിക്കാഷ്ടത്തിന് അഫുവില്ല. എലിന്റെ കാഷ്ടം ഉണ്ടാവുമല്ലോ അവിടെ ഇവിടങ്ങളൊക്കെ, അതിനെ തൊട്ട് അഫുവില്ല. വല യാബിസൻ, അത് ഉണങ്ങിയതാണെങ്കിലും അതിനെ തൊട്ട് അഫുവ് ഇല്ല. അലൽ ഔജഹി, പ്രബലമായ അഭിപ്രായ പ്രകാരം. അപ്പോ അതിന്റെ മുഖാബില, അതായത് 40% അഭിപ്രായം ശുദ്ധി ഉണ്ട് എന്നതാണ്. അപ്പൊ എന്ത്, ചില സന്ദർഭങ്ങളിൽ വളരെ ആമായൊരു മുസീബത്തൊക്കെ വന്നു നമുക്ക് അത് ശുദ്ധിയാക്കി എടുക്കാൻ പറ്റാത്തൊരവസരമാണെങ്കിൽ ആ മുഖാബിലയിലുള്ള 40% അഭിപ്രായത്തിന്റെ പിന്നിൽ നമുക്ക് നിൽക്കാം, അതുകൊണ്ട് അമല് ചെയ്യാം. ലാക്കിൻ എങ്കിലും അഫ്ത ഷെയ്ഖുന ഇബ്നു സിയാദ് എന്നവരുടെ ഫത്വ കബഅദൽ മുതഅഖിരീന, ശേഷം കാലഘട്ടത്തിൽ വന്നിട്ടുള്ള മുതഅഖിരീങ്ങളായ, പിന്തു വന്നിട്ടുള്ള മുതഅഖിരീങ്ങളായ പണ്ഡിതന്മാരുടെ അഭിപ്രായം പോലെ തന്നെ ബിൽ അഫ്വി അൻഹു, നമ്മളിപ്പോ പറഞ്ഞു ഏത്, ആ ബഅറിനെ തൊട്ട്, ഫഅറിന്റെ എലിയുടെ കാഷ്ടത്തൊട്ട് അഫുണ്ട്. എപ്പോൾ? ഇത് അമ്മത്തിൽ ബൽവാബിഹി, ആ ബഅർ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ആമായി കഴിഞ്ഞാൽ. ഏതുപോലെ? കഉമൂമിഹ, ആ ബൽവയുടെ ഉമൂമ് പോലെ. എവിടെ? ഫി ദുർഖി തുയൂരി, പക്ഷികള്, അല്ലെ പക്ഷികളുടെ ദർഖിൽ കാഷ്ടത്തിൽ അത് ആമായി കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ അഫുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ ഉമൂമിയത്ത്, ആ ബൽവയുടെ വ്യാപകത്വം അത് ഇവിടെയും നമുക്ക് പരിഗണിക്കാം. അപ്പോൾ ഇവിടെയും എന്തുണ്ട്? അത് ശുദ്ധിയുള്ളതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കുഴപ്പമില്ല. ഇനി വേറെ വിഷയം, വലാ തസ്ഹു സ്വലാത്തുമ്മൻ, ഒരാളുടെ നിസ്കാരം സഹീഹ് ആവുകയില്ല. ആരാള് ഹമല, ആ ആള് ചുമന്നു, മുസ്തജ്മനം, കല്ലുകൊണ്ട് മനോഹരം ചെയ്ത ആളെ എടുത്തുകൊണ്ട് നിസ്കരിക്കുകയോ അല്ലെങ്കിൽ അയാളെ ചുമക്കുകയോ അല്ലെങ്കിൽ അയാൾ നമ്മളുമായിട്ട് ഒട്ടി നിൽക്കുകയോ ഒക്കെ ചെയ്താൽ നിസ്കാരം സഹീഹ് ആവുകയില്ല. ഔ ഹയവാനൻ, അല്ലെങ്കിൽ ഒരു ജീവിയെ എടുത്തു, ബി മംഫദിഹി നജസുൻ, അതിന്റെ ദ്വാരത്തിൽ എന്തുണ്ട്? നജസുണ്ട്. ബി മംഫദിഹി, അതിന്റെ മംഫദില് എന്തുണ്ട്? നജസുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒന്നിനെ എടുത്തു, ഹമല ഹമല ബി മംഫദി നജസുൻ. അപ്പൊ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിസ്കാരം സഹീഹ് ആവുകയില്ല. അവ മുതക്ക, അല്ലെങ്കിൽ അറുക്കപ്പെട്ട ഒരു ജീവിയെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു.
ഗസല മദ്ബഹു, അതിന്റെ മദ്ബഹിനെ കഴുകിയിട്ടുണ്ട്. കഴുത്തില് അവിടെയൊക്കെ കഴുകിയിട്ട് ആ രക്തമൊക്കെ കളഞ്ഞിട്ടുണ്ട്. കുഴല് അതുപോലെ തന്നെ അവിടങ്ങളിലെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് അതിനെടുത്തത്. പക്ഷെ ദൂന ജോഫി, ഉള്ളില് ഏതുണ്ട്, കാഷ്ടം പോലുള്ള സാധനങ്ങളൊക്കെ നജസ് ഉണ്ടല്ലോ, അത് എടുത്ത് വൃത്തിയാക്കാതെ ഈ അറുക്കപ്പെട്ട സ്ഥലത്തുള്ളതൊക്കെ വൃത്തിയാക്കിയിട്ട് അതിനെടുത്ത് എടുത്ത് ചുമന്നു കഴിഞ്ഞാൽ, ചുമന്നു ഇപ്പൊ രണ്ടു പോലെ, ഒന്ന് കല്ലുകൊണ്ട് മനഃഹോരം ചെയ്ത ഒരാളെ നമ്മൾ ചുമന്നു, അല്ലെങ്കിൽ ദ്വാരത്തിൽ നജസുള്ളതായ സാധനങ്ങളെ ഹയവാനിനെ നമ്മൾ ചുമന്നു, അല്ലെങ്കിൽ അറുക്കപ്പെട്ട ഒരു ജീവിയെ അതിന്റെ അറുക്കപ്പെട്ട സ്ഥലത്തെ വൃത്തിയാക്കിയിട്ടുണ്ട്, ഉള്ളു വൃത്തിയാക്കിയിട്ടില്ല, അതിനെ ചുമന്നു. അല്ലെങ്കിൽ അവ മൈത്തൻ താഹിറൻ, ശുദ്ധിയുള്ള ഒരു ശവത്തെയാണ് നമ്മൾ തുടർന്ന് മൈത്തൻ താഹിറൻ, ശുദ്ധിയുള്ള ഒരു ശവം, സാധനം ശുദ്ധിയുള്ളതാണ്, ചത്തിട്ടുണ്ട്, അതാണ് ചുമന്നത്. താഹിറൻ ആദമി, മനുഷ്യനെ പോലെ ശുദ്ധിയുള്ള മൈത്ത് എന്ന് പറഞ്ഞാല് മാദമി മനുഷ്യനും, വസമക്കിൻ മത്സ്യം, പക്ഷെ ലം നൗസുൽ ബാത്തുനുഹു, അതിന്റെ ഉള്ളു കഴുകിയിട്ടില്ല. ഔ ബീദത്തൻ, അല്ലെങ്കിൽ ഒരു മുട്ട, മുദറത്തൻ, അത് ഉള്ളു ഉറച്ചതായ ഒരു മുട, ഫി ബാത്തിനിഹ, അതിന്റെ ഉള്ളിൽ ദമു രക്തമുണ്ട്, അങ്ങനെയുള്ള ഒരു മുട്ട, അങ്ങനെ അതിനൊക്കെ ചുമന്ന് കഴിഞ്ഞാല് നിസ്കാരം സഹീഹാവുകയില്ല, നിസ്കാരം സഹീഹാവുകയില്ല എന്നതാണ് മസ്സല. അതുപോലെ തന്നെ വലാ തസ്ഹു ഖാബുലു തുർഫിൻ മുത്തസിലിൻ ബിനജസിൻ വഇല്ലം നതഹറക ബിഹർകതിഹി. അപ്പോ നമ്മൾ പറഞ്ഞത് ഔ മൈത്തൻ ത്വാഹിന, ശുദ്ധിയുള്ള ഒരു ശവത്തെയാണ് തുടർന്നത്. അത് ഏതുപോലെ ആദമിയൻ, മനുഷ്യനെ പോലെ, സമക്കിൻ മത്സ്യം പോലെ, ലം യഗ്സുൽ ബാത്തിനുഹു, അതിന്റെ ഉള്ളു കഴുകിയിട്ടില്ല. ഏത് സമക്കിന്റെ, മനുഷ്യന്റെ ഉള്ളു ഏതായാലും കഴുകില്ലല്ലോ, അത് പിന്നെ കഴുകുക എന്നുള്ളത് ഒരു ഹുർമത്തിനെ നഷ്ടപ്പെടുത്തലല്ല, അതാരും ചെയ്യില്ല. അതിന്റെ ഉള്ളില് രക്തവുമുണ്ട്. അപ്പൊ അങ്ങനെ വന്നാൽ അതും നേരെ പറഞ്ഞ മസലയിലേക്ക് ചേർക്കുമ്പോൾ നിസ്കാരം സഹീഹാവുകയില്ല എന്നാണ്. പക്ഷെങ്കിൽ ഇതിൽ രണ്ടിലും, അതായത് ത്വാഹിറിനെ ചുമക്കുന്നതിൽ പിന്നെ ഉള്ള മസല എന്താണ്, നിസ്കാരം സഹീഹാകും എന്നാണ്, നിസ്കാരം ബാത്തിലാവുകയില്ല. ഷറഹ് വിശദീകരിക്കുന്നുണ്ട് അവിടെ. പിന്നെ ഇങ്ങനെയാണ്, ലം യഗ്സുൽ ബാത്തിനുഹു അൽ മയ്യിത്ത് താഹിറ ഫൈൻ ഗസല ബാത്തിനുഹു ബിഅൻ ശക്ക വഹു ബിന്നിസ്ബതി ലിൽ ആദമി ഹറാമുൻ ഇല്ലാ ഫീ മുസ്തസ്ന ലിമാ ഫീ മിൻ ഇന്തിഹാക്കി ഹുർമതിഹി. അങ്ങനെ വരുമ്പോൾ ലം തബ്തുലു സ്വലാത്തു ബിഹംലിഹി, ഈ പറഞ്ഞ മൈത്തുൻ ത്വാഹിറിന് ചുമക്കൽ കൊണ്ട് അത് ഹയ്യനെ ചുമന്ന ഹുക്കുമിലാണ് എന്ന് അഭിപ്രായം ഫിഖഹിന്റെ ഈ വിഷയത്തിൽ ഷറഹ് വിശദീകരിക്കുന്ന നിസ്കാരം ബാത്തിലാവുകയില്ല എന്നാണ്. ഇനി ഒരു മുട്ട നമ്മൾ പറഞ്ഞാണ് വലാ സ്വലാത്തു ഖാബിൽ, അത് വരുന്നു ഔ ബീളത്തിൻ മുദറത്തിൻ, അതായത് ഉള്ളുറച്ച ഒരു മുട്ട, അതിന്റെ ബാത്തിൽ എന്തുണ്ട്, രക്തത്തിന്റെ കലർപ്പുണ്ട്, അങ്ങനെയുള്ളതാണെങ്കിൽ അതുകൊണ്ട് നിസ്കാരം സഹിയാവുകയില്ല. വലാ സ്വലാത്ത ഖാബിലു തുറഫിൻ, ഒരു പിന്നെ തുറഫ്, ഒരറ്റം പിടിച്ച ഒരാളുടെ നിസ്കാരം സഹിയാവുകയില്ല. മുത്തസിലിം നജസിൻ, മുത്തജസിലും നജസിനോട് ചേർന്ന് കിടക്കാണ്, അങ്ങനെയാണ് അത് അവന്റെ ശരീരത്തിൽ ബന്ധപ്പെട്ട ഒരു കയറ്, അല്ലെങ്കിൽ അവൻ നിൽക്കുന്ന പടിയുടെ കാല് പോലത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, അത് നജസിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. വൈലം തഹറക ബിഹർകതി, അതാണ് ഞാൻ പടിയുടെ കാലാണ്, നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും റുക്കൂ സുജൂദൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത് അനങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും നജസോട് ചേർന്ന് നിൽക്കുന്നു എന്ന് വന്നാൽ അതുകൊണ്ട് നിസ്കാരം സഹിഹാവുകയില്ല. അങ്ങനെ നജസോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് ഒരാളുടെ ശരീരത്തോട് ബന്ധിച്ച് നിന്നാൽ, അതാണ് നമ്മൾ നജസുള്ള കുട്ടികൾ, അതുപോലെ തന്നെ മാർക്കം കഴിക്കാത്ത കുട്ടികളൊക്കെ പള്ളിയിൽ വരുമ്പോൾ നമ്മൾ ഇടയിൽ നിർത്താൻ പാടില്ല എന്ന് പറയുന്നത്. അവറ്റകളുടെ മേൽ നജസാണ്. ആ നജസ് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മളടുത്ത് എന്താവും, നജസ് പറഞ്ഞാൽ അവിടെ മാർക്കം ഇല്ലാത്തത് കൊണ്ട് അവിടെ ശുദ്ധിയായിട്ടില്ലല്ലോ. അപ്പോ നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ അത് പിന്നെ ശുദ്ധി ഇല്ലാത്തത് കൊണ്ട് നജസിന്റെ ഹുക്കുമിലേക്ക് വരും, നിസ്കാരം സഹിയാവുകയില്ല. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് നമുക്ക് ഫിഖ്ഹിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് നാളെ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.